കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ ഇഡി കണ്ടുകെട്ടിയ പ്രതികളുടെ 128 കോടിയുടെ സ്വത്തുക്കളിൽ നിന്ന് ₹1 പോലും നിക്ഷേപകർക്ക് തിരികെ കൊടുക്കാതെ ബാങ്ക്. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ കരുവന്നൂർ ബാങ്കിന് കൈമാറാൻ തയ്യാറാണെന്ന് ഇഡി കോടതിയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് മറുപടി നൽകിയിട്ടില്ല. ഇഡിയിൽ നിന്നും രേഖാമൂലം വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് കരുവന്നൂർ ബാങ്കിന്റെ പ്രതികരണം. ഇഡി പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആ പാർട്ടിയുടെ സെക്രട്ടറിമാരുണ്ടല്ലോ, ശ്രീ അബ്ദുൽ ഖാദറിനെ പോലെ, അവരൊക്കെ ഇറങ്ങട്ടെ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ ഈ പ്രതികരണമാണ് കരുവന്നൂർ കേസിലെ വിവാദം വീണ്ടും ചൂടുപിടിപ്പിക്കുന്നത്. കേസിൽ ഇഡി കണ്ടുകെട്ടിയ പ്രതികളുടെ 128 കോടിയുടെ സ്വത്തുക്കളിൽ നിന്ന് നഷ്ടമായ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട നിക്ഷേപകർ കലൂർ PMLA കോടതിയെ സമീപിച്ചിരുന്നു. PMLA നിയമപ്രകാരം മറ്റ് തടസ്സങ്ങളില്ലെന്നും സ്വത്തുക്കൾ ബാങ്കിന് കൈമാറാൻ തയ്യാറാണെന്നുമായിരുന്നു ഇഡിയുടെ മറുപടി സത്യവാങ്മൂലം. ഇതിനോട് കരുവന്നൂർ ബാങ്ക് പ്രതികരിച്ചിരുന്നില്ല. പിന്നീട് കരുവന്നൂർ ബാങ്കിന് നേരിട്ട് കത്ത് നൽകിയിട്ടും പ്രതികരണമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇഡി കഴിഞ്ഞ മാർച്ചിൽ സ്വത്തുക്കൾ കൈമാറാൻ അനുമതി ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയത്. കോടതി പലപ്പോഴായി ചോദ്യം ഉന്നയിച്ചിട്ടും കൃത്യമായ മറുപടി നൽകാൻ കരുവന്നൂർ ബാങ്ക് ഇപ്പോഴും തയ്യാറായിട്ടില്ല. അതിനിടെ ഇഡിയിൽ നിന്ന് രേഖാമൂലം വിവരം ലഭിച്ചിട്ടില്ലെന്നാണ് വാർത്തയ്ക്ക് പിന്നാലെയുള്ള കരുവന്നൂർ ബാങ്കിന്റെ പ്രതികരണം. കേസിലുള്ള പണം എങ്ങനെ തിരിച്ചു നൽകുമെന്ന് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ ചോദിച്ചു. സാങ്കേതികമായും നിയമപരമായിട്ടും ഉള്ള ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ കേസിലുള്ള ഒരു ഫണ്ട് എങ്ങനെയാണ് കൊടുക്കുക? കേസിൽ 83 പ്രതികളാണുള്ളത്. ഈ പ്രതികളിൽ നിന്നായി കണ്ടുകെട്ടിയ 128 കോടിയുടെ സ്വത്തുക്കളിൽ CPIMന്റെ പേരിലുള്ള 91 ലക്ഷവും ഉൾപ്പെടുന്നുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.